ബിജെപി സംസ്ഥാന അധ്യക്ഷനെ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും. ഞായറാഴ്ച ചേരുന്ന കോർ കമ്മിറ്റിയിൽ കേന്ദ്ര തീരുമാനം അറിയിക്കും. കേരളത്തിന്റെ ചുമതലയുള്ള പ്രഹ്ലാദ് ജോഷി കോർ കമ്മിറ്റിയിൽ പങ്കെടുക്കും. വി വിനോദ് വിവരങ്ങളുമായി. വിനോദ്, കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി ഈ ഒരു അഭ്യൂഹവും ആകാംക്ഷയും ഒക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അതിനൊരു വിരാമമാവുകയാണോ? ശ്രീജ, ഞായറാഴ്ച മറ്റന്നാളായിരിക്കും കോർ കമ്മിറ്റി ചേരുക. കോർ കമ്മിറ്റിയിൽ തന്നെ ഈ കേന്ദ്രത്തിന്റെ പ്രതിനിധിയായി എത്തുന്ന വ്യക്തി ആരായിരിക്കും സംസ്ഥാന അധ്യക്ഷൻ എന്നും പറയും. വിനോദ്, സാങ്കേതിക പ്രശ്നമുണ്ട്. വിനോദിന്റെ ടെലിഫോൺ ലൈൻ വ്യക്തമല്ല. വീണ്ടും വിനോദിലേക്ക് വരാൻ ശ്രമിക്കാം. ഏറെ നാളുകളായി വലിയ ആകാംക്ഷ നിലനിന്നിരുന്ന ഒരു കാര്യമാണ് സംസ്ഥാന ബിജെപിക്ക് പുതിയൊരു അധ്യക്ഷൻ ഉണ്ടാവുമോ അതോ കെ സുരേന്ദ്രൻ തുടരുമോ എന്ന കാര്യം. ഈ വിഷയത്തിൽ ഞായറാഴ്ച ചേരുന്ന കോർ കമ്മിറ്റിയിലായിരിക്കും ഒരു തീരുമാനമുണ്ടാവുക. ആ കോർ കമ്മിറ്റിയിൽ കേന്ദ്ര നേതൃത്വം എന്ത് തീരുമാനമാണ് എടുത്തിട്ടുള്ളത് എന്നറിയിക്കും. ആ തീരുമാനപ്രകാരം ഒരൊറ്റ നോമിനേഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അധ്യക്ഷ സ്ഥാനത്തേക്ക് എന്നാണ് അറിയുന്നത്. വിനോദ് വീണ്ടുമുണ്ട്. വിനോദ്, തുടർന്നോളൂ. ശ്രീജ, ഞായറാഴ്ച കോർ കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. കുറെ നാളുകളായി ഈ അനിശ്ചിതത്വം തുടരുകയാണ്. ആരാകും സംസ്ഥാനത്ത് പുതിയ ബിജെപി അധ്യക്ഷൻ എന്ന കാര്യത്തിൽ. കെ സുരേന്ദ്രൻ തുടരുമെന്ന ചില സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. സുരേന്ദ്രനെ മാറ്റിക്കൊണ്ടുള്ള നടപടിയിലേക്ക് പോകേണ്ടതില്ല എന്നൊരു വികാരം സംസ്ഥാനത്ത് ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. ആ തരത്തിലുള്ള പ്രതീക്ഷ സുരേന്ദ്രൻ വിഭാഗം വെച്ചു പുലർത്തുന്നു. അതേസമയം ശോഭാ സുരേന്ദ്രൻ, MD രമേശ് തുടങ്ങിയ പേരുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ നേരത്തെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി മുരളീധരൻ ഒരു വട്ടം കൂടി വരാനുള്ള സാധ്യത, അങ്ങനെയുള്ള ചില ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിന് വലിയ താല്പര്യം കാണിച്ചില്ല എന്ന സൂചനകളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ആ നിലയ്ക്കൊക്കെ തന്നെ RSSൽ നിന്ന് ഏതെങ്കിലും ഒരു പേര് ഉയർന്നു വരുമോ, അങ്ങനെയുള്ള ചർച്ചകൾ കൂടിയുണ്ട്. ഏതായിരുന്നാലും അതിനൊക്കെ തന്നെ വിരാമമാവുകയാണ്. ഞായറാഴ്ച കോർ കമ്മിറ്റി യോഗം ചേരും. ബിജെപിയുടെ രീതി അനുസരിച്ച് ഒരു പേര് മാത്രമായിരിക്കും നിർദ്ദേശിക്കുക. കേന്ദ്രത്തിൽ നിന്നുള്ള പ്രതിനിധി, അദ്ദേഹം പറയുന്ന പേര് തൊട്ടടുത്ത ദിവസം തിങ്കളാഴ്ച ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെടും. അത് ബിജെപി സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നുണ്ട്. ആ കൗൺസിൽ യോഗത്തിൽ ഈ കോർ കമ്മിറ്റിയിൽ പറയുന്ന പേര് ഒറ്റ പേരായി തന്നെ വരും. ആ സമയത്ത് തന്നെയാണ് ഈ നോമിനേഷൻ സെന്ററിലേക്ക് പോകുന്നതും. അതിനുശേഷം അത് ഔദ്യോഗിക പ്രഖ്യാപനമായി പിന്നീട് ഉണ്ടാകും. ഏതായിരുന്നാലും ഒന്നിൽ കൂടുതൽ നോമിനേഷൻ ഉണ്ടാകില്ല. തർക്കങ്ങളിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബാലറ്റിലേക്കോ ഒന്നും തന്നെ പോകുന്ന രീതിയില്ല. ബിജെപിയെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ കേന്ദ്ര നേതൃത്വം ഒരു പേര് പറയും. ആ പേര് ഇവിടെ നിന്ന് അംഗീകരിക്കപ്പെടുകയും ചെയ്യും. ആ പേര് ഏത് എന്നതിൽ ഞായറാഴ്ചയോടുകൂടി വ്യക്തതയുണ്ടാകും. ശ്രീജ, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. കണ്ണൂർ